ട്രോളിംഗ് നിരോധനം മറികടന്ന് മീൻപിടിക്കാൻ പോയ ബോട്ട് കടലിൽ കുടുങ്ങി. തൃശൂർ കൊടുങ്ങല്ലൂർ അഴീക്കോട് നിന്ന് 50 മത്സ്യത്തൊഴിലാളികളുമായി പോയ ബോട്ടാണ് കുടുങ്ങിയത്. കനത്ത കാറ്റിലും മഴയിലും പെട്ട് ബോട്ടിന്റെ എഞ്ചിൻ പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു. സൂരജ് സജി ചേർന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സൂരജ്, ഇപ്പോൾ അവർ ഇപ്പോഴും കടലിൽ കുടുങ്ങിയ അവസ്ഥയിൽ തന്നെയാണോ? അവരെ രക്ഷിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ടോ? അവരെ രക്ഷിക്കാനുള്ള നടപടികളിലേക്ക് ഫിഷറീസ് പോലീസ് കടന്നു. അവിടെ എത്തിയ അവർക്ക് അരികിലെത്തി ഫിഷറീസിന്റെ മറ്റൊരു ബോട്ടിൽ ഈ തൊഴിലാളികളെ കയറ്റി ഫിഷറീസ് പോലീസ് തിരിച്ചതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഈ അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിലേക്ക് ഒരു വിവരം ലഭിക്കുന്നത്. ഇങ്ങനെ മത്സ്യത്തൊഴിലാളികൾ ഈ കടലിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതായിരുന്നു വിവരം ലഭിച്ചത്. 50ഓളം തൊഴിലാളികളാണ് ഇത്തരത്തിൽ ഈ കടലിൽ കുടുങ്ങിയത്. ട്രോളിംഗ് നിരോധനം മറികടന്ന ഈ മത്സ്യബന്ധനത്തിന് പോയ ബോട്ടാണ് കുടുങ്ങിയത്. അങ്ങനെ വിവരം ലഭിച്ചതിനെ തുടർന്ന് ഈ അഴീക്കോട് ഫിഷറീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അവിടെ എത്തി ഇപ്പോൾ തൊഴിലാളികളെ രക്ഷിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാറ്റിലും മഴയിലും പെട്ട് ഈ ബോട്ടിന്റെ എഞ്ചിന്റെ പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു എന്നുള്ള വിവരം ലഭിക്കുന്നു. മറ്റ് ബോട്ടുകൾ സാധാരണ ഇങ്ങനെ അപകടം ഉണ്ടാകുമ്പോൾ സമീപത്ത് മറ്റ് ബോട്ടുകളൊക്കെ ഉണ്ടാകും. അവർ വിവരം നൽകി രക്ഷിക്കലാണ് ആദ്യഘട്ടത്തിൽ നടക്കാറുള്ളത്. പക്ഷേ ഈ മത്സ്യബന്ധന നിരോധനം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മറ്റു ബോട്ടുകളൊന്നും തന്നെ ഈ പരിസരത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ വിവരം കൈമാറാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഫിഷറീസ് പോലീസിനെ വിവരം അറിയിച്ചതനുസരിച്ചാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. എന്തായാലും തുടർച്ചയായ ദിവസങ്ങളിലായി ഇപ്പോൾ 4 ബോട്ട്. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.